മനുഷ്യർ എല്ലാവരും ആദമിൻ്റെ മക്കളാണല്ലോ. എന്ന് തൊട്ടാണ് അവർക്ക് ഏകദൈവ വിശ്വാസത്തിൽ നഷ്ടമായത്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കൾ ഏകദേശം 1000 വർഷത്തോളം അദ്ദേഹത്തിന് ജനിച്ച മക്കളല്ല. നമുക്ക് വേണ്ടി ഭൂമിയെ സംവിധാനിച്ച, നമുക്ക് വേണ്ടി വായു സംവിധാനിച്ച, നമുക്ക് ആരോഗ്യം തന്ന, നമുക്ക് ബുദ്ധി തന്ന, നമുക്ക് സർവസ്വവും നൽകിയ യഥാർത്ഥ ജഗന്യന്താവായ റബ്ബിനോട് മാത്രം പ്രാർത്ഥനകളും അർത്ഥനകളും നടത്തിയ ഒരു സമൂഹമായിരുന്നു ആദം നബിയുടെ മക്കൾ. 1000-ഓളം വർഷം. 1000 വർഷം കഴിയുമ്പോഴേക്കും ആദം നബിയുടെ മക്കളിൽ ഏറ്റവും അള്ളാഹുവിനോടടുത്ത നല്ലവരായ മനുഷ്യരുണ്ടായി. അപ്പോൾ മനുഷ്യനൊരു സ്വഭാവമുള്ളത് എന്താണെന്ന് വെച്ചാൽ നല്ലവരോട് ഒരു വിധേയത്വം, ഒരു വിധേയത്വ സ്വഭാവം മനുഷ്യന്മാർക്കുണ്ട്. അത് കാൽക്കൽ വീഴുക എന്നതാണ്. നമ്മൾ കാൽ തൊട്ട് വന്നിക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് നല്ല മനുഷ്യരാണ്, പൂജിതരായ മനുഷ്യരെ. അവിടുന്നാണ് ഏകദൈവ വിശ്വാസത്തിൻ്റെ വ്യതിയാനം വരാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ അങ്ങനെ താവാൻ പാടില്ല. എത്ര ഉയർന്ന വ്യക്തിയുടെ മുമ്പിലും പാദസേവ നടത്താൻ പാടില്ല. അത് ഇസ്ലാമിൻ്റെ നിയമമല്ല. അത് സ്വാഭാവികമായിട്ടും കുറച്ച് നല്ലവരാണെന്ന് തോന്നുന്ന സമൂഹത്തിലെ മുഴുവൻ ആളുകളിലും അത്തരമൊരു സ്വഭാവം നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം അച്ഛൻ്റെ കാല് തന്നെ തൊട്ട് വന്നിക്കിടുന്ന അമ്മയാണ് പറഞ്ഞു കൊടുക്കുന്നത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥനാഭാവത്തോടു കൂടിയാണ് ആ കാര്യം നിർവഹിക്കപ്പെടുന്നത്. അവിടുന്നാണ് തൗഹീദിൻ്റെ വ്യതിയാനം ഉണ്ടാകുന്നത്. 1000-ഓളം വർഷം ഏകനായ റബ്ബിനെ മാത്രം തനിക്കെല്ലാം നൽകി, തൻ്റെ അച്ഛന് നൽകിയത്, അമ്മക്ക് നൽകിയത്, തൻ്റെ കുടുംബത്തിന് നൽകിയത്, തൻ്റെ എല്ലാവർക്കും നൽകിയതെല്ലാം ദൈവമാണെന്ന് വിശ്വസിച്ചവരായിരുന്നു. പക്ഷെ അത് പിൽക്കാലത്ത് നല്ലവരാണെന്ന് വിചാരിക്കുന്നത്, അങ്ങനെയുള്ള ഈ സമൂഹത്തിൽ മുഴുവനും ഈ ആൾ ദൈവങ്ങൾ ഉണ്ടാകാൻ കാരണം. ആൾ ദൈവങ്ങളെങ്ങനെ ഉണ്ടാകണ്ട? ആൾ ദൈവങ്ങൾ പിന്നെ അതിൽ പിന്നെ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതിൽ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും ഒക്കെ ഉണ്ടാക്കി. ഇതിന് ഒറിജിനലും ഇല്ല, ഡ്യൂപ്ലിക്കേറ്റും ഇല്ല. പടച്ചവനല്ലാത്ത ആളുകളൊക്കെ ഡ്യൂപ്ലിക്കേറ്റാണ്. അതാണ് ഇസ്ലാമിൻ്റെ നിയമം. പക്ഷേ അത് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആദം നബിയുടെ ഇസ്ലാമിൻ്റെ നല്ലവരായ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമൂഹം ഒന്നിച്ച് താമസിച്ചത് യൂഫ്രട്ടീസ് നദിയുടെയും ടൈഗ്രീസിൻ്റെയും നദിക്കരയിലായിരുന്നു. അവിടെയാണ് രണ്ടാമത് BC 2100 ഇബ്രാഹിം നബി വരുന്നത്. ആ 2100 നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ടൈഗ്രീസ് നദീക്കരയിലും യൂഫ്രട്ടീസ് നദിക്കരയിലും നൂഹ് നബിയുടെ ഇതേ പ്രബോധനം, ഇതേ ആശയം, നമ്മൾ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഒരൊറ്റ ആകാശം, ഒരൊറ്റ ഭൂമി, ഒരൊറ്റ സൂര്യൻ, ഒരൊറ്റ നക്ഷത്രം, ഒരൊറ്റ മനുഷ്യകുലം, എല്ലാവരും ആദമിൻ്റെ മക്കൾ. യാതൊരുവിധ ഉച്ചനീചത്വങ്ങളും നിങ്ങൾക്കിടയിൽ പാടില്ല. കറുത്തവനെന്നോ വെളുത്തവനെന്നോ വർണ്ണവർഗജാതി വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഒരൊറ്റ മനുഷ്യൻ. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങളെല്ലാവരും മനുഷ്യർ മാത്രമാണ്. ഒരു വ്യത്യാസവും നിങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. ജാതിയുടെയോ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ഭാഷയുടെയോ വ്യതിയാനങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പഠിപ്പിക്കുകയായിരുന്നു. പക്ഷേ അതെല്ലാം മേൽത്തട്ടുകളൊക്കെ ഉണ്ടാക്കി മനുഷ്യരെ പല തട്ടുകളാക്കി മാറ്റി. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുമ്പോൾ 2100 BC 2100 അദ്ദേഹം വന്നു. അദ്ദേഹത്തിൻ്റെയും പ്രവർത്തനം അത് തന്നെയായിരുന്നു. അങ്ങനെ എല്ലാവരും ഏകദൈവ സിദ്ധാന്തം അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിലേക്കാണ് മുഴുവൻ പ്രവാചകന്മാരും ജനങ്ങളെ ക്ഷണിച്ചു കൊണ്ടുവന്നത്. പക്ഷേ എക്കാലവും പ്രവാചകന്മാരുടെ പ്രബോധനങ്ങളിൽ ആളുകൾ കൈക്കൊള്ളാതെ പോയ ഒറ്റ ആശയം ഇത് മാത്രമാണ്. ബാക്കി മദ്യപിക്കരുതെന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്നവന് അഭിപ്രായമുണ്ട് മദ്യപിക്കേണ്ട, മോഷ്ടാവിന് അഭിപ്രായം ഉണ്ടെന്ത് മോഷ്ടിക്കേണ്ടാണ്, ഒരു കൊലപാതകയ്ക്ക് അഭിപ്രായമുണ്ട് കൊട്ടേഷൻ സംഘവുമായി ജീവിക്കേണ്ടായിരുന്നു. അതിനൊക്കെ പോയി പെടുന്നതാണ്. പക്ഷേ ഈ ആൾ ദൈവങ്ങളിൽ ആരും പോയി കൊണ്ടേ പെടുത്തുന്നതല്ല, സ്വന്തമായിട്ട് നേടാനുള്ള മോഹമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണേ. എവിടെ? മരണാനന്തര ജീവിതം. മരണാനന്തര ജീവിതമാണ് അവിടെ രക്ഷപ്പെടേണ്ടത്. ഇവിടെ നമ്മൾ ആൾ ദൈവങ്ങളോട് ചോദിക്കുന്നത് എൻ്റെ ബിസിനസ് നന്നായി തരണം, എൻ്റെ ഭാര്യയുടെ സ്വഭാവം നന്നായി തരണം, എൻ്റെ മക്കളുടെ സാമ്പത്തിക ഭദ്രത ശരിയായി തരണം, എൻ്റെ മക്കളുടെ പഠനം ശരിയായി തരണം. ഇതൊക്കെ ആൾ ദൈവങ്ങളോടാണ് പറയുക. നമുക്ക് ഒരു സേവനം ചെയ്തിട്ടില്ല അവർ. ഈ പറഞ്ഞ ആളുകൾ പടച്ചോനാണ് നമുക്ക് ഓക്സിജൻ തന്നത്. ഒരു നേരം നിങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് നോക്കണം. 500 രൂപയാണ് ഒരു കുറ്റി ഓക്സിജന്. മനസ്സിലായോ? നേരെ മറിച്ച് 500 രൂപ മുടക്കിയിട്ടാണ് ഒരാൾ ഇത് കുറ്റി കൊണ്ടേ വെക്കണം. നമുക്ക് കുറ്റിയില്ലാണ്ട് തന്നെ മരണം വരെ ഓക്സിജൻ അനുഭവിക്കാൻ തന്ന പടച്ചവനോടല്ലേ നമുക്ക് ബന്ധം വേണ്ടത്? അത് കഴിയുമ്പോൾ നഷ്ടപ്പെട്ടു പോവുകയാണ് മനുഷ്യർക്ക്. അതെന്താ കാരണം വെച്ചാൽ മനുഷ്യൻ അപ്പപ്പ കാണണോനെ അപ്പ എന്ന് വിളിക്കാനുള്ള താല്പര്യമുണ്ട്. അങ്ങനെ
അപ്പപ്പം എന്തെങ്കിലും ചെയ്തു തരണോ ഓനാ പടച്ചോൻ പിന്നെ ചെയ്തു. അത് നമ്മൾക്ക് അപ്പപ്പം ചെയ്യുന്നതല്ല നമ്മളുടെ പടച്ചോൻ. നമ്മളുടെ പടച്ചോൻ ഏകനാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഈ അണ്ടഘടാഹങ്ങളുടെ മുഴുവൻ ഭരണവും നടത്തുന്ന പടച്ചോൻ. ഒരു നേരം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഭൂമി നിൽക്കണ്ടേ 22 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചെരിഞ്ഞാണെന്നാണ് അല്ലേ? എന്തിനാണ് അങ്ങനെ ചെരിച്ചത് അല്ലാഹു? അത് ചെരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇവിടെ ഋതുഭേദങ്ങൾ ഉണ്ടാവില്ല. ഗ്രീഷ്മം, വസന്തം, അങ്ങനെയുണ്ടല്ലോ, ശീതോഷ്ണം എന്നൊന്നും പറയുന്ന ഋതുക്കൾ ഭേദങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഭൂമി 23 ഡിഗ്രി ചെരിഞ്ഞ് നിൽക്കണമെന്ന് തീരുമാനിച്ചവനെ പടച്ചവനാണ്. ഭൂമിയുടെ ഓസോൺ പാളികളുടെ ഒരു ചെറിയൊരു അപകടം വരാതിരിക്കാനാണ് അള്ളാഹു അതിനുള്ള ഓസോൺ പാളി വെച്ചു കൊടുത്തത്. വളരെ മാരകമായ രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കാതിരിക്കാൻ അല്ലേ? നമ്മളുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും നിങ്ങൾ പ്രഷറൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. പ്രഷർ ഡൗൺ ആയ വീണു മനുഷ്യൻ അല്ലേ? എത്ര കൃത്യമാണ്. അതല്ലേ ഖുർആൻ പറഞ്ഞത്, ഖലഖക നിന്നെ സൃഷ്ടിച്ചു ആ പടച്ചോൻ, ഫഅദലക നിന്നെ സന്തുലിതമാക്കി, നിന്റെ സയൻറ്റിഫിക്കൽ ബാലൻസ് പോലും. അത്ര മൈന്യൂട്ടായ ചെവിൻ്റെ ഒരു കാര്യം എടുത്തു നോക്കി. എന്താ മനുഷ്യൻ്റെ ഈ ശരീരം വെച്ച് എത്ര ഡോക്ടർമാരുണ്ടായി, എത്ര ആളുണ്ടായി? സ്കിന്നിന് ഒരു സ്പെഷ്യലിസ്റ്റാണ്. ENT പറഞ്ഞാൽ തൊണ്ട, മൂക്ക്, ചെവി അല്ലേ? തലയാണെങ്കിൽ അത് വേറെ തന്നെ അല്ലേ? കൈക്ക് ബോൺ സ്പെഷ്യലിസ്റ്റ് വേറെ, ഹീമറ്റോളജി, ഡെർമറ്റോളജി, അങ്ങനെ എന്തെല്ലാം ഓളജികളാണ് ഒരു മനുഷ്യ ശരീരത്തിൽ നിന്ന് അല്ലേ? ഇതൊക്കെ ഉണ്ടാക്കിയ പടച്ചവനോട് യാതൊരുവിധ ബന്ധവുമില്ലാതെ നന്ദി കെട്ടവനായി ജീവിക്കുക എന്താണ് തൗഹീദിൽ നിന്നുള്ള വ്യതിയാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വ്യതിയാനം സമൂഹത്തിൽ ലോക അവസാനം വരെ ഉണ്ടാവും ചെയ്യും.